എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഫുൾ ഡേ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രാവിലെ എണീറ്റ ഉടനെ തന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടിറക്കുന്നുണ്ട് കേട്ടോ. തലേ ദിവസം മുടി കെട്ടിറക്കാണ്ട് കിടന്ന കാരണം രാവിലെ എണീറ്റപ്പോൾ മുടിയൊക്കെ ജാതി ചട പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കെട്ടിറക്കലായിരുന്നു രാവിലത്തെ ആദ്യത്തെ പണി എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ മുടിയൊക്കെ കെട്ടിറത്ത് ഞാൻ പിന്നെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി. കുട്ടിയാണെങ്കിൽ നല്ല ഉറക്കാണ്. പിന്നെ ചേട്ടനാണെങ്കിലും എണീറ്റിട്ടില്ല, ഇന്ന് പണിയൊന്നും ഇല്ല കേട്ടോ. അത് കാരണം നേരത്തെ എണീറ്റിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ രണ്ടുപേരും അവിടെ കടന്നു ഉറങ്ങുന്നുണ്ട്. ഞാൻ എന്തായാലും വേഗം വന്ന് ചായ വെക്കാൻ വേണ്ടി നോക്കാൻ കേട്ടോ. എനിക്ക് രാവിലെ തന്നെ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല. അപ്പൊ ഞാൻ ചായ വെക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ പാൽ ചായയാണ് വെക്കുന്നത് കേട്ടോ. അങ്ങനെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ട് ഞാൻ പാലും കുപ്പി കൈയോടെ തന്നെ കഴുകി വെക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ കൗണ്ടർ ടോപ്പിൽ ഇതേ പാത്രങ്ങൾ ഇരിക്കുന്നില്ലേ, അതൊക്കെ ഒന്ന് അതത് സ്ഥാനത്ത് വെക്കാനായിട്ട് തലേ ദിവസം ഞാൻ അങ്ങനെ പാത്രം കഴുകിയിട്ട് അവിടെ അങ്ങനെ വെച്ചതാണ്. അപ്പൊ അത് കൈയോടെ തന്നെ ഞാൻ സ്റ്റാൻഡുമേ കയറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ചോറും കലം കഴുകിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വാഷ് ബേസിൽ ഇട്ടാക്കിയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കഴുകി വെക്കണ പരിപാടിയിലാണ് കേട്ടോ. തലേ ദിവസം തീരെ വയ്യായിരുന്നു, കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കാരണം വണ്ടി ഓടിച്ചിട്ട് കുറച്ച് ദൂരം വണ്ടിയൊക്കെ ഓടിച്ചു. അപ്പൊ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കൈയിന്റെ ആ കുഴയുടെ അവിടെയൊക്കെ ഭയങ്കര കടച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. അത് കാരണം കൈ അനക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണം അങ്ങനെ തന്നെ കടന്നു. ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അത് രാവിലെ വെച്ച് പോയ ഫുഡിന്റെ ബാക്കിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കുറച്ച് കുക്കുവിനൊക്കെ കൊടുത്തിട്ട് കുറച്ചുണ്ടായിരുന്നു, അത് കളയേണ്ടി വന്നു കേട്ടോ. ഇപ്പൊ കുറെ ഒന്നും കുക്കും കഴിക്കൊന്നുമില്ല. അപ്പൊ അത് കാരണം കുറച്ച് കളയേണ്ടി വന്നു. അങ്ങനെയാണ് കേട്ടോ കല അവിടെ ഇരുന്നത്. ഞാൻ മിക്ക എൻ്റെ വീഡിയോസിലും ക്ലീനിങ്ങിനെ കുറിച്ച് പറയുന്ന ആളാണ്. എനിക്കങ്ങനെ പാത്രങ്ങളെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് കേട്ടോ. പക്ഷെ ചില അവസ്ഥകളിൽ മനുഷ്യരല്ലേ ഇങ്ങനെ ആയിപ്പോവും. പാത്രമൊക്കെ കഴുകി അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നീറ്റാക്കി വെച്ചു കേട്ടോ. എനിക്കിങ്ങനെ നീറ്റാക്കി വെക്കണം, എന്നാലേ ഒരു തൃപ്തിയുള്ളൂ. അപ്പൊ അങ്ങനെ നീറ്റാക്കി വെച്ചു. ഒരു തുള്ളി വെള്ളം പോയാലും ഞാനത് തുടച്ച് ഇങ്ങനെ മാറ്റൂട്ടാ. എനിക്കിഷ്ടമല്ല അങ്ങനെ ഒരു തുള്ളി വെള്ളം കിടക്കണത്, ഇങ്ങനെ അലമ്പായി കിടക്കണമെന്ന് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പൊ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് ഞാൻ സ്വത്തുട്ടിക്കായിട്ട് കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പാലിൽ വെള്ളം ഒഴിച്ചതാണ്. എനിക്ക് പാല് കൊടുക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ്, സ്വത്തുട്ടിക്ക് കഫക്കെട്ട് കൂടുമോ എന്നുള്ളൊരു ചിന്ത കാരണം എനിക്ക് അങ്ങനെ കൊടുക്കാനും ഭയങ്കര പേടിയാണ്. എന്നാൽ നമ്മൾ കുടിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഞാൻ സ്വത്തുട്ടിക്ക് ഇന്ന് പാല് കൊടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഒന്നരാടം കൊടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ചായയും കൊടുക്കും കേട്ടോ. പാൽ ചായ നമ്മൾ കുടിക്കുമ്പോൾ അതും കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. അങ്ങനെ കേട്ടോ. അപ്പോൾ അങ്ങനെ സ്വത്തൊട്ടിക്കുള്ള പാല് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ ഓൾറെഡി പഞ്ചസാര ഇട്ടതാണല്ലോ, അതങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്കുള്ള പാലിൽ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചു കേട്ടോ, കാരണം ഇത്തിരി കുറവ് പോലെ തോന്നി. അപ്പം ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ചായയിലും ഒക്കെ ഇട്ടിട്ട്, കുറച്ച് പഞ്ചസാരയുടെ കുറവുണ്ട് കാരണം വെള്ളം ഒഴിച്ച കാരണം മധുരം കുറയുമല്ലോ. അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി തിളപ്പിച്ച് വെച്ചു കേട്ടോ. ഇടയിൽ ചേട്ടനും സ്വത്തിട്ട് എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ജസ്റ്റ് ഒന്ന് പോയി എത്തി നോക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരവിടെ അങ്ങനെ കളിക്കുന്നുണ്ട് കേട്ടോ. അവർക്ക് വേറെ എന്താ പണിയുള്ളത്? ഒരു പണിയില്ല, കുത്തിയിരുന്ന് കളിക്കുക, TV കാണുക, അങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ സ്വത്തുട്ടിങ്ങനെ ഒറ്റയ്ക്കാകുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടനുള്ളപ്പോൾ ഒരു സമാധാനമാണ്, അവൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അങ്ങനെ ഇതാ നമുക്ക് അടുത്ത പരിപാടി ചോറ് വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഈ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വന്ന് പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചായ കുടിച്ചിട്ട് എന്തായാലും പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിക്കാനൊന്നും വേണ്ടെന്നും പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ചോറ് വെക്കാൻ വേണ്ടി നോക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടി നോക്കാണ് കേട്ടോ. പാൽ ചായ എന്ന് പറയുന്നത് ശരിക്കും മലയാളികളുടെ ഒരു വികാരമാണ് അല്ലെ. ഭയങ്കര ടേസ്റ്റ്. ഞാൻ അതിന് അഡിക്റ്റഡ് ഒന്നും അല്ലായിരുന്നു. എനിക്ക് കട്ടൻ ചായ, കട്ടൻ കാപ്പി അങ്ങനെയായിരുന്നു ഇഷ്ടം ഉണ്ടായിരുന്നത്. പിന്നെ ഇതിങ്ങനെ ജോലിക്കൊക്കെ പോയ സമയത്തൊക്കെ ഈ പറഞ്ഞ പോലെ രാവിലെയൊക്കെ നേരത്തെ ജോലി സ്ഥലത്ത് എത്തുമ്പോൾ ഞാൻ ഇതുപോലെ ഹോട്ടലൊക്കെ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കാറുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഫീലാണ് പാൽ ചായ കുടിക്കുമ്പോൾ. അങ്ങനെ ചായയോടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത പരിപാടി നമുക്ക് മുറ്റം അടിച്ചു വാരലാണ്. കുറച്ചധികം മുറ്റമുണ്ട് കേട്ടോ. പിന്നെ മെറ്റലാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. അത് കാരണം മെറ്റലിലും ഇപ്പോൾ കാറ്റൊക്കെ കാരണം നിറയെ ഇലകളൊക്കെയാണ് കേട്ടോ. അടിച്ചു വാരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
എന്നാലും ഇപ്പൊ ശീലായിട്ടോ. ആദ്യമൊക്കെ അടിച്ചു വരുമ്പോ ഭ്രാന്ത് വരും, അടിച്ചാലും നമ്മുടെ കൂടെ വരില്ല. അപ്പൊ അത് കാരണം ഭയങ്കര ഭ്രാന്ത് പിടിച്ച സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ ശീലായ കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീരൂട്ട പണികളൊക്കെ. നമ്മുടെ മുറ്റം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ചെടി നനയ്ക്കലാണ് കേട്ടോ. നമുക്ക് കുറച്ച് ചെടിയുള്ളൂ കേട്ടോ. എനിക്ക് തോന ചെടികളൊക്കെ ഇങ്ങനെ വെക്കണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ഒരു കൊല്ലം മുന്നേ മേടിച്ചു വെച്ച ചെടികളാണ് കേട്ടോ. പിന്നെ നമുക്ക് പരിപാലിക്കാനുള്ള കുറച്ച് ടൈമൊക്കെ കുറവായിരുന്നു ആ സമയത്ത്, കാരണം ജോലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കാരണം ചില ചെടികളൊക്കെ അതേപോലെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഹോം ആണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിങ്ങനെ ചെയ്യാനോ കുറച്ച് സമയം എനിക്ക് കുറവായിരുന്നു. കാരണം ഞാൻ ഇവിടെ ഒറ്റയ്ക്കല്ലേ, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം, യൂട്യൂബ് ചാനലിന്റെ കാര്യം നോക്കണം, പിന്നെ വർക്കും ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് ചെടികളൊക്കെ നാശമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഉള്ള ചെടീനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരികയാണ് കേട്ടോ. അപ്പൊ ഇതാ ഞാൻ ചെടി നനയ്ക്കുന്ന സമയത്ത് ഇതാ സ്വത്തുട്ടി എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഉറക്കൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ ഇരുന്ന് കളിക്കായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അപ്പോ ഞാൻ പെട്ടെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ ചുണ്ടിന്റെ അവിടേക്ക് എന്തൊക്കെയോ കളർ. അപ്പൊ എന്താടാ ചോദിക്കുകയാണ്. അപ്പൊ ചുണ്ടാണെങ്കിൽ പറഞ്ഞ പോലെ പൊട്ടിയേക്കാണ് കേട്ടോ. സംഭവം പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കാറ്റത്ത് വെലിഞ്ഞു പൊട്ടില്ല, അങ്ങനെ ആയിരിക്കണു. അപ്പൊ ദേ എൻ്റെ ട്രൈപോഡൊക്കെ എടുത്തിട്ട് ആളിത് അവിടെ വെക്കണ്ട, അവിടെ നിന്ന് വീഴുള്ളൂ, ഇവിടെ വെക്കണം എന്നൊക്കെ പറയാണ് ആള് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു അച്ഛനും കൊണ്ടേ കാണിച്ചു കൊടുക്കണത് ചുണ്ട്, അച്ഛൻ എന്താ പറയാ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവായിരുന്നുണ്ടായിരുന്നു. ചേട്ടന് കാണിച്ചു കൊടുത്തപ്പോൾ ചേട്ടൻ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനി പട്ടിക്കാട് പോകുമ്പോൾ വല്ല ലിപ് ബാം വാങ്ങിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിലേക്ക് പോയി കേട്ടോ. ആ വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല. ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, സ്വത്തിന്റെ സ്റ്റിച്ച് വെട്ടിട്ടോ. ഇനിയിപ്പോ നാളെ കുളിപ്പിക്കാന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അതേ സ്വത്തട്ടിക്ക് ടി വിയിൽ പാട്ടൊക്കെ വെച്ച് കൊടുത്ത് സ്വത്തട്ടി ഭയങ്കര ഡാൻസ് കളിയിലാണ്. വന്നപ്പോൾ ഞാൻ കുറച്ച് തുണികളൊക്കെ തിരുമ്മിണ്ടായിരുന്നു, അത് ഞാൻ കയ്യോടെ തന്നെ തോരയിട്ടിട്ടുണ്ട് കേട്ടോ. രാവിലെ ഒരു 10 മണി കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോയത് കേട്ടോ. ഭയങ്കര തിടുക്കം പിടിച്ച ഒരു യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. സ്വത്തട്ടി എണിക്കാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരിക്കലും അവനെന്തെങ്കിലും കൊടുക്കണം, അങ്ങനെയൊക്കെ സമയം കുറച്ച് പോയിട്ടുണ്ടായിരുന്നു. അത് കാരണം അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാനിതാ അടുത്ത പരിപാടി അടിച്ചു വരാനായിട്ട് പോവാണ്. ചേട്ടനാണെങ്കിലും അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, ചെറിയൊരു ബാക്ക് പെയിൻ ഒക്കെ. അപ്പൊ ആളവിടെ കിടക്കുന്നുണ്ട്, റെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതാ അവിടെ അടിച്ചു വാരി പരിപാടിയിലാണ് കേട്ടോ. വീടൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ടിട്ട് രാവിലെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരത്തെ എണീക്കേണ്ടതായിരുന്നു ഇനി എനിക്ക് തോന്നിയ ഒരു ദിവസമായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത് കേട്ടോ. കാരണം രാവിലെ നേരത്തെ എണീറ്റ് പണികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ട് ഇങ്ങനെ ചടുപടി തന്നെ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല. എനിക്കാണെങ്കിൽ രാവിലെ തന്നെ വീടിങ്ങനെ നീറ്റായിട്ട് കാണണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. പിന്നെ ഞാൻ പട്ടിണി കിടന്നിട്ടെങ്കിലും വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ കേട്ടോ.
അങ്ങനെ സ്വത്തുട്ടിക്ക് ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ സ്വത്തുട്ടി കഞ്ഞി കൊടുക്കണ പരിപാടി തുടങ്ങുകയാണ് കേട്ടോ. മുറിയൊക്കെ ആയില്ലേ, അതായത് നെറ്റില് സ്റ്റിച്ചൊക്കെ ഇട്ടല്ലോ, എന്താണെന്നറിയില്ല, ചെറിയൊരു ക്ഷീണം, അതോ ആള് ഇത്തിരി ഹൈറ്റ് വെച്ചോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പൊ എന്തൊരു ക്ഷീണം പോലെയൊക്കെ ഉണ്ട്. അപ്പൊ ചോറ് കൊടുത്തതിന് ശരിയാവില്ല. അപ്പൊ ഞാൻ മറ്റേ ചെറുപയർ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനത്തെ സ്വത്തൊട്ടിക്ക് ചെറുപയർ കഞ്ഞി ചൂടാറാനൊക്കെ വെച്ചിട്ടുണ്ട്. സൈഡിൽ കൂടെ പപ്പടം കച്ചനുണ്ട് കേട്ടോ. അപ്പോ സ്വത്തൊട്ടി അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല സ്വത്തൊട്ടിക്ക് കേട്ടോ. എന്നാലും ചോറ് കൊടുക്കുമ്പോൾ എന്തോന്ന് അറിയുന്നില്ല, ഒരു കുറച്ചൊക്കെ കഴിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ കഞ്ഞി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ കഞ്ഞി കൊടുക്കാനിരുന്നു. അങ്ങനെ കഞ്ഞി ചേട്ടനാട്ടോ കൊടുത്തത്. അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഒരു 6 മണി സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കണത്. ആ സമയമായപ്പോഴത്തേക്കും ഞാനത് മേലൊക്കെ കഴുകി, കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുഡ് കഴിച്ചതിന്റെ, അതൊക്കെ കഴുകി വെച്ചു കേട്ടോ. അതേപോലെ തന്നെ രാത്രിക്ക് സ്വത്തൊട്ടിക്ക് ചെറുപയർ കഞ്ഞി വെക്കുന്നത്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് അങ്ങനെ തോനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മളത് കഴിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആയി പോവുള്ളൂ. അപ്പൊ അത് കാരണം അപ്പാടേനെ വെക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇതേ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ സ്വത്തൊട്ടിയുടെ കഞ്ഞി ഇതാ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സ്വത്തൊട്ടാണെങ്കിൽ അവിടെ ഭയങ്കര കളിയാണ് കേട്ടോ. അവനിങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കും, കുറെ TV കാണും, കുറെ എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ വന്ന് പറയും. അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അവനൊരു കൂട്ടില്ല. അത് കാരണം ഭയങ്കര എന്താ പറയാ, ഒരു ഒറ്റയ്ക്കല്ലേ എന്നുള്ളൊരു തോന്നൽ. ഞാനോ ഒറ്റയ്ക്കാണ് ജീവിച്ചത്. അത് കാരണം എനിക്ക് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ അതേ കുറച്ച് തുണികൾ അധികം കൊണ്ട് മടക്കി വെക്കാൻ കഴിഞ്ഞ ദിവസം പുറത്തേക്കൊക്കെ പോയ കാരണം കഴിഞ്ഞ ദിവസത്തെ ഒക്കെ ഡ്രസ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മടക്കി വെച്ച് അതത് സ്ഥാനത്ത് കൊണ്ടുപോയി വെച്ചു കേട്ടോ. ഞങ്ങളുടെ ബെഡ്റൂമിൽ ചേട്ടന്റെ ഡ്രസ്സുകൾ വയ്ക്കുക, പിന്നെ എന്റെയും സ്വത്തൊട്ടിയുടെയും ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞൊരു അലമാരയുണ്ട്, അതിൽ കൊണ്ടുപോയി വെക്കും കേട്ടോ. ചേട്ടന്റെ ഡ്രസ്സ് വെക്കുന്ന അലമാരയിൽ സ്പേസ് ഇല്ലാത്ത കാരണമാണ് കേട്ടോ എന്റെ അലമാരയിൽ വെക്കുന്നത്. തുണികളൊക്കെ മടക്കി വെച്ചതിന് ശേഷം നമ്മുടെ കട്ടിൽ കുറച്ച് അലമ്പായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഈ സാധനങ്ങൾ മേലെ വെക്കുമ്പോൾ അത് താഴെ ഇങ്ങനെ കൊണ്ടു വയ്ക്കണ പരിപാടി സ്വത്തൊട്ടിയുടെ പരിപാടിയാണ് കേട്ടോ. പിന്നെ ഇവിടെ ചേട്ടന് നടുവേദന എന്ന് പറഞ്ഞിട്ട് കടന്നതായിരുന്നു. അപ്പൊ ഈ നടുവേദനയുള്ള ആൾക്കാർ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മലർന്ന് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സുഖം കിട്ടും കേട്ടോ. അത് കാരണം ബെഡ് താഴത്തേക്ക് ഇറക്കി വെച്ചൊക്കെയായിരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബെഡൊക്കെ അത് മേലെ കയറ്റി വെച്ച് നീറ്റാക്കി വെച്ചിട്ടുണ്ട്. രാത്രിയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് ചേട്ടൻ്റെ കൂട്ടുകാരൻ ചേട്ടന് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പൊ ഞാൻ സ്വത്തൊട്ടിനെ ആദ്യം റെഡിയാക്കി, പിന്നെ ഞാനെന്താ റെഡി ആവാണ് കേട്ടോ. നമ്മുടെ കുറച്ച് ഇത്തിരി പോകണം, സെന്ററിലാണ്. അപ്പോൾ തട്ടുകടയ്ക്കാണ് പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ചധികം ഒന്ന് റെഡി ആവണം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പോണതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാനായിരുന്നു വണ്ടി ഓടിച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതായത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചേട്ടനായാലും ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഉണ്ണീനെ പിടിക്കണ്ടേ. അങ്ങനെ ഞാൻ തട്ടുകടയിൽ എത്തി. കൊള്ളി പോർക്കാണ് കേട്ടോ കഴിച്ചത്. ഈ ഒരു സീനൊക്കെ നമ്മുടെ സ്വത്തുട്ടിയാണ് ഫോൺ തട്ടിപ്പറിച്ച് വീഡിയോ എടുത്തത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ഇരുട്ടായി. സ്വത്തുട്ടാണെങ്കിൽ ഉള്ളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.